ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ സാറേ, എന്തിനാ ഈ വഴിയിൽ നിന്ന് സംസാരിക്കുന്നേ? മാഡത്തിന് വണ്ടിലോട്ട് കയറ്റ്, നമുക്കൊന്ന് കറങ്ങിട്ട് വരാന്നേ. കേരളം ഗാതമാടത്തിനെ നല്ല വിഷമമായി കാണും. അതിനെന്താ? ആ വിഷമം മാറ്റണം. അതിന് വേറെ ആളെ നോക്കണം. എനിക്കത്ര കുട്ടിക്കളിക്കുന്ന സമയമില്ല. അങ്ങനെ കുട്ടികൾക്ക് സമയമില്ലാത്തവരെ പ്രേമിക്കാൻ നിൽക്കരുത്. ഒന്ന് വിളിച്ച് ആശ്വസിപ്പീ സാറേ, അതല്ലേ ഒരു മര്യാദ. അതൊക്കെ വേണോ? എന്റെ സാറേ, നമുക്ക് വേറെ എന്ത് കാര്യവും സ്റ്റാൻഡേർഡ് ആയിട്ട് ചിന്തിക്കാം. പക്ഷേ പ്രേമത്തിന്റെ കാര്യത്തില് അത് പറ്റില്ല. അതല്പം പൈങ്കിളി ആയാലേ പറ്റൂ. പെണ്ണുങ്ങളൊന്ന് മുഖം വീർപ്പിച്ചിരിക്കുമ്പോ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കണം. അതാ അതിന് ശരി. വലിയ എക്സ്പീരിയൻസിലാണല്ലോ താൻ പറയുന്നത്. എന്നിട്ട് തനിക്കെന്താ പെണ്ണ് കിട്ടാത്തെ? തൽക്കാലം എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ പെണ്ണ് കാണാനും കല്യാണവും ഒക്കെ സാറ് കൃത്യമായിട്ട് മുടക്കുന്നുണ്ടല്ലോ. സാർ ഒന്ന് വിളിക്കാൻ നോക്ക്. വിളിക്ക്. കട്ട് ചെയ്തു. അപ്പൊ കടുത്ത പിണക്കത്തെയാണല്ലേ സാറേ? നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? മീറ്റിങ്ങിന് നമുക്ക് ഇനിയും സമയമുണ്ട്. ഗാതമാടത്തിന്റെ വീട് നമ്മൾ പോകുന്ന വഴിക്കല്ലേ, നമുക്ക് അവിടെ ഒന്ന് കയറാം. എന്നിട്ട് ഒരു കോംപ്രമൈസ്. സാർ അങ്ങോട്ട് ചെന്ന് കാണുന്നു എന്ന് പറയുമ്പോ ഗാതമാടത്തിന്റെ പിണക്കമൊക്കെ ഈ കാറ്റില് പൊടിപാറുന്ന പോലെ അങ്ങ് പൊക്കോളൂന്നേ. താൻ എന്നെ തനി പൈങ്കിലാക്കി അടങ്ങും അല്ലോടെ മണിക്കുഞ്ഞ്. വേറെ ആരോടാ സാറേ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുക? ഇതൊരു രസമല്ലേ? നമുക്ക് പോവാം സാറേ. എന്നിട്ട് ഗാതമാടൻ ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ അത് സക്സസ് ആവും. തന്റെ ഉപദേശം അല്പം കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് ആ വഴി ഒന്ന് പോവാം. സാറിന്റെ മനസ്സിലൊക്കെ ഉണ്ട്. ഓ, എന്നിട്ട് അത് തുറന്നു പറയാനും പറ്റില്ല. അതെനിക്കറിയാം കേട്ടോ. പൊന്നോ, എന്തൊരു ഭംഗി ഇപ്പൊ നിന്നെ കാണാൻ. ഇപ്പൊ കണ്ടാ പറയോ കുട്ടനാട്ടിലെ തങ്കീച്ചയുടെ മോളാന്ന്? ഇവിടെ തേത വലിയ വീട്ടിലെ കൊച്ചിനെ പോലെ ഉണ്ട്. ചേച്ചൊന്നും മിണ്ടാതിരുന്നേ. എനിക്കിതിട്ടിട്ട് എന്തോ പോലെ. ഇതൊക്കെ എങ്ങനെയാ ഇടുന്നേ? എനിക്ക് ഒരുമാതിരി തോന്നുന്നു. എന്നിട്ട് ഇത്രയും പെൺകുട്ടികൾ ഇടുന്നതോ? എന്താ നീ കാണിക്കുന്നേ? അവസാനം അത് കീറിപ്പോവേ. ചേച്ചി, എനിക്കിത് പറ്റില്ല. കറി ആയാലും കുഴപ്പമില്ല. ഞാൻ എന്റെ ഡ്രസ് തന്നെ ഇട്ടിട്ട് പോയിക്കോളാം. പിന്നെ അത്ര വൃത്തിയേടായ ഒരു ഡ്രസ് ഇട്ടുണ്ടല്ലേ ഒരു പെൺകുട്ടി പുറത്തു പോകുന്നേ. മോളൊരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് പോയി ഇത് വാങ്ങിച്ചോണ്ട് വാ. അപ്പോഴേക്കും ചേച്ചി ഡ്രസ്സൊക്കെ വൃത്തിയാക്കി വെക്കാം. ഞാൻ പോണോ? അതോ ഞാൻ ഇവിടുന്ന് പോണോ? അത് പറ. പറഞ്ഞ സമയത്തുള്ള പണി തീർത്തില്ലെങ്കിലേ ആ കെട്ടില്ലമ്മ എന്നെ കൊല്ലും. അതുകൊണ്ടല്ലേടി. ശരി, ഞാൻ പോയിട്ട് വരാം. ഈശ്വരാ, ഇതുകൊണ്ട് നാട്ടിലുള്ള ആരും എന്നെ കാണാതിരുന്നാ മതിയായിരുന്നു. പിന്നെ കുട്ടനാട്ടുകാര് മുഴുവനും ഈ സിറ്റിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കയല്ലേ നിന്നെ കാണാൻ വേണ്ടിയിട്ട്. പോയിട്ട് വാ പെണ്ണെ. ശരി. പോണോ? പാവം കുട്ടി. സാറേ, ഗാതമാടത്തിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. അതിന് നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്? നമ്മൾ അവിടെ ചെല്ലുമ്പോ ഗാതമാട അവിടെ ഇല്ലെങ്കിലോ ഒന്ന് കൺഫേം ചെയ്യാലോ. കട്ട് ചെയ്തു. ഇനി തനിക്ക് ഉപദേശം വല്ലതുണ്ടോ?
അല്ല മണിക്കുഞ്ഞ്, ഓ, നമുക്ക് പോണ്ടെന്ന് വെച്ചാലോ? അതിനിടയ്ക്ക് സാറിന് തീരുമാനവും മാറിയോ? അതല്ലടോ, വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരം ചെറിയ ചെറിയ വാശികൾക്ക് കീഴടങ്ങി കൊടുത്താലേ അത് ഭാവിയിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഓ, സ്വന്തം പ്രേമത്തിന്റെ കാര്യം ആരോട് ആലോചിക്കാനാ സാറേ? ഇതിനു വേണ്ടി മീറ്റിംഗ് വിളിക്കാനൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ ഗാഥാമാടത്തിന്റെ അടുത്തേക്ക് പോകുന്നു. നമ്മൾ ഗാഥാമാടത്തിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും എനിക്ക് ഒരു സന്തോഷമുണ്ട് തന്റെ കാര്യത്തിൽ. എന്നാ സാറേ? ഓഫീസ് കാര്യങ്ങളോ ബിസിനസ് കാര്യങ്ങളോ ഏൽപ്പിച്ച അതൊന്നും കൃത്യസമയത്ത് ചെയ്തൊരു ചരിത്രം മാണിക്കുഞ്ഞിനില്ല. പക്ഷെ ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ തന്നേക്കാൾ കൃത്യനിഷ്ഠയുള്ള ഒരാളെ വേറെ കാണാനും കിട്ടില്ല. താങ്ക്സ് ഉണ്ട്. എന്താടോ? സാറേ, അതാരാ നോക്കിയേ? ഈ ഗാഥമാടത്തിന് നടത്തമുണ്ടല്ലോ. അത് സാറിനുള്ള ഉദ്ദേശം കൊണ്ടാ. സാർ മാഡത്തിനെ വിളിച്ചു കയറ്റി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ലെന്നേ. എങ്ങോട്ടാ മേഡം? അവിടെ നിൽക്ക്. ഞാനെന്തായാലും ഇത്രയും ദൂരം സഞ്ചരിച്ച് കാണാൻ വന്നതല്ലേ, അപ്പൊ കണ്ട് സംസാരിച്ചിട്ട് പോയാൽ മതി. എന്റെ സാറേ, എന്തിനാ ഈ വഴിയിൽ നിന്ന് സംസാരിക്കുന്നേ? മാഡത്തിന് വണ്ടിലോട്ട് കയറ്റ്, നമുക്കൊന്ന് കറങ്ങിട്ട് വരാന്നേ. കേരളം